സൂര്യ നമസ്കാരം. രണ്ടാം പുനഃസംഘടനാ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ കേരളത്തിലും ഡൽഹിയിലുമായി നടന്ന വട്ടമേശ ചർച്ചകൾ വഴിമുട്ടി. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ഗാന്ധി ശിഷ്യന്മാരെല്ലാം കൂടി അധികാര കസേരയ്ക്ക് വേണ്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വിമാനം കയറിയത്. ഇത്തരക്കാരെയൊക്കെ മുക്കാലിൽ കെട്ടി അടിക്കണമെന്ന് പറയാൻ ചങ്കൂറ്റമില്ലാത്ത കോൺഗ്രസിലെ സകല കിങ്ങിണിക്കുട്ടന്മാർക്കുമായി ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു. ഇതിനകത്തേക്ക് കയറിക്കൂ. വെള്ളവും കാര്യങ്ങളൊക്കെ റെഡിയാ. ഞാൻ പുറത്ത് തന്നെ നിന്നോളാം. അയ്യോ, ചേട്ടൻ വരുന്നില്ലേ? എന്തിന്? ഒരു കമ്പനിക്ക്. തൊഴുത്തു മാറ്റിക്കെട്ടാൻ മാത്രം താൻ മച്ചിയായിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. തങ്ങളുടെ പാർട്ടിയിലും മച്ചിപ്പശുക്കളുണ്ടെന്ന് മുസ്ലിം ലീഗ്. തന്റെ കിടാവിനെ ഏതെങ്കിലും ഒരു തൊഴുത്തിൽ കെട്ടിയാൽ പിന്നെ മുക്രയിടില്ലെന്ന് KM മാണി. ആവശ്യമെങ്കിൽ UDF നേതാക്കളെല്ലാം ഉപമുഖ്യമന്ത്രിമാരാകട്ടെ എന്ന് കോൺഗ്രസ് ലോ കമാൻഡ്. പ്രതിപക്ഷ നേതാക്കൾ തേങ്ങയിൽ ആവാഹിച്ച സരിത കൂടോത്രം പൊട്ടിയില്ല. രാപ്പകൽ സമരം വൻ നേട്ടം കൊയ്തുവെന്ന് LDF. നേട്ടം മുഴുവൻ കൊയ്തത് കേറ്ററിംഗ് കമ്പനിക്കാരെന്ന് UDF. ഏത് രീതിയിൽ എന്നെ പരാജയപ്പെടുത്താൻ പറ്റും അത്രയും നോക്കിയ ആളാണ് ഇദ്ദേഹം. വെള്ളാപ്പള്ളി ഉള്ളി തൊലിച്ചപ്പോൾ KC വേണുഗോപാലിന്റെ ഉള്ളം കാളി. നടേശഗുരു കല്ലുവെച്ച നുണയനാണെന്ന് വേണുഗോപാൽ. നാണമില്ലാത്തവനെ തുണിപൊക്കി കാണിച്ചിട്ട് എന്ത് കാര്യമെന്ന് നടേശഗുരു. ലാസ്യഭാവങ്ങളുടെ ആനച്ചന്തവുമായി വേദി നിറഞ്ഞാടിയ സരിതാ നായർ കൗതുകമായി. ഉമ്മൻചാണ്ടിയുടെ കാർട്ടൂൺ ഭാവനയിൽ വിരിഞ്ഞതും സരിത കാന്തി. യുണൈറ്റഡ് നേഷൻസ് അവാർഡ് വാങ്ങിയെത്തിയ മുഖ്യമന്ത്രി ഇപ്പോൾ യുണൈറ്റഡ് നോയ്സൻസിന്റെ നടുവിലാണ്. നിഷ്കാമകർമ്മിയായ ചെന്നിത്തല ഗാന്ധിയെ തൊഴുത്തുമാറ്റിക്കെട്ടിയാൽ നാട് രക്ഷപ്പെടും എന്നാണ് അദ്ദേഹവും ഒപ്പമുള്ള വാഴക്കന്മാരും കരുതിയത്. 5.5 പതിറ്റാണ്ടായി പലരും ഭരിച്ചിട്ടും കേരളത്തിലുണ്ടായ വളർച്ച മന്ത്രിമാരുടെ എണ്ണത്തിൽ മാത്രമാണ് എന്ന് പറയുന്ന കൊഞ്ഞാണന്മാർ ഇവിടെ ധാരാളമുണ്ട്. 1957 മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 പേർ ഭരിച്ചിടത്ത് ഇപ്പോൾ 21 പേരാണ് നമ്മെ ഭരിച്ചാൽ ഭരുമോ എന്ന് നോക്കുന്നത്. എന്നാൽ ഉപമുഖ്യമന്ത്രിമാരുടെ എണ്ണത്തിൽ ആനുപാതികമായ ഈ വളർച്ച കാണാനില്ല എന്നത് ആരെയും കണ്ണീരണിയിപ്പിക്കും. അതിനാൽ നാടിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ പ്രശ്നം ഉപമുഖ്യമന്ത്രി പദമായതിനാൽ ചെന്നിത്തല ഗാന്ധിയെ മാത്രമല്ല UDFിലെ കക്ഷി നേതാക്കളെയെല്ലാം ഉപമുഖ്യമന്ത്രിമാരാക്കുന്നതിൽ എന്താണ് തെറ്റ്? UN ഗാന്ധി ഉമ്മൻചാണ്ടി തനിക്കേറെ ഇഷ്ടപ്പെട്ട സരിത കാന്തി എന്ന കാർട്ടൂൺ വരച്ചുകൊണ്ട് കേരളത്തിൽ തുടങ്ങിവെച്ച രണ്ടാം പുനഃസംഘടനാ സ്വാതന്ത്ര്യ സമരം ചെന്നിത്തല ഗാന്ധിയുടെ സഹന സമരത്തോടെ അവസാനിച്ചിരിക്കുന്നു. എന്താണ് അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്? ബൈ ശിവൻ അണ്ടകടാഹം. എന്തൊരു ഭാവന! ഇതോടെ കോൺഗ്രസിന്റെ പാരമ്പര്യമനുസരിച്ചുള്ള ചെവികടി ചർച്ചകൾക്ക് തുടക്കമായി. പിന്നെ പയ്യൻ വേണ്ട വേണ്ടെന്ന് പറയും, പക്ഷെ ചേട്ടൻ അറിഞ്ഞു ചെയ്തോളണം. അങ്ങനെ മന്ത്രിസ്ഥാനത്തിന്റെ പിന്നാലെ പാഞ്ഞു നടക്കുന്ന ഒരാളല്ല ഞാൻ. നീ വന്നേ. അയ്യോ, ഇപ്പൊ വേണ്ട. അതൊക്കെ ഇപ്പൊ പറയും. കുറച്ചുകൂടെ കഴിയുമ്പോ കൂടുതൽ ടെൻഷനാവും. എനിക്ക് ടെൻഷനൊന്നുമില്ല. വാ, വേറെ ആര് പറയാ ഞാൻ നോക്കിക്കോളാം. പേടിക്കാതെ. എന്റെ പഴയ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. വന്നേ.
ഇതിനകത്തേക്ക് എറിക്കൂ. വെള്ളവും കാര്യങ്ങളും ഒക്കെ റെഡിയാ. ഞാൻ പുറത്ത് തന്നെ നിന്നോളാം. അയ്യോ ചേട്ടൻ വരുന്നില്ലേ? എന്തിന്? ഒരു കമ്പനിക്ക്. അയ്യേ, ബഹളമുണ്ടാക്കാതെ അവർ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ട്. അവർ വയറ് നല്ല സുഖമല്ലേ? ശുഭകരമായിട്ട് തന്നെ അവസാനിക്കും. KPCC പ്രസിഡന്റായി തുടരുന്നതാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് ഞാൻ ഉണ്ടാകില്ല. LDFന്റെ പ്രതീക്ഷ അത്രയും സരിത നായരിലായിരുന്നു. സരിത എന്തോ ഉടയ്ക്കുമെന്ന് കരുതി രാപ്പകൽ സമരവും തുടങ്ങി. അതുകൊണ്ട് രക്ഷപ്പെട്ടതാകട്ടെ കേറ്ററിംഗ് കമ്പനിക്കാർ മാത്രമായിരുന്നു. എങ്കിലും പ്രതീക്ഷ കൈവിടിഞ്ഞില്ല. അങ്ങനെ ബാധ ഒഴിപ്പിക്കുന്ന ദിനം വന്നെത്തി. ഒടുവിൽ സരിത ആ തേങ്ങ ഉടച്ചു. സരിത നായരുടെ പരാതി അട്ടിമറിക്കപ്പെട്ടതായിട്ടാണല്ലോ ഇപ്പോൾ വാർത്തകൾ വന്നിട്ടുള്ളത്. പ്രതി തനിക്ക് പോലീസ് അറിയാതെ ചില കാര്യങ്ങൾ ജുഡീഷ്യറിയോട് പറയാനുണ്ടെന്ന് രഹസ്യമായി അവരോട് പറയുകയും കോടതി അതിന് അനുവദിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ. വല്ലാതെ നാറി പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. സ്വാമി പറഞ്ഞോ. പ്രജ്ഞസ്വച്ഛമന പരാക്രമ ഗുണാൻ വൈരിക്ഷയ പ്രത്യർത്ഥി. കേട്ടോ, സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാ? നീ സമ്മതിക്കണ്ടടാ. സമ്മതിച്ചാൽ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. സൂര്യാദിഗ്രഹങ്ങൾ ബീജത്തിലും രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. സരിത നാളെ വെളിയിൽ വരും. തേങ്ങ ഉടക്കി സ്വാമി. സരിതയുടെ കൂടെയുള്ള ബന്ധക്കാരുടെയും മന്ത്രിമാരുടെയും തേങ്ങ ഉടക്കി സ്വാമി. ജാതകം, ഊര്, പേര്, വയസ്സ്, അടയാളം തേങ്ങ ഉടക്കി സ്വാമി. എല്ലാം സരിത പറയാൻ പോവാൻ. പൊട്ടിക്കണോ. അന്തസ്സായി തെറ്റു തുറന്നു പറയൂ. തയ്യാറുണ്ടോ? അത് നടക്കത്തില്ല. സരിത നാളെ വെളിയിൽ വരും. തേങ്ങ ഉടക്കി സ്വാമി. ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ. എങ്കിൽ അനുഭവിച്ചു. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചു. പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാവിടോ. Dame,